ഹലോ എവരി വൺ, എല്ലാവർക്കും വ്ളോഗ് വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇത് സാധാ ഒരു പഴം നിറച്ച റെസിപ്പി അല്ല. ഇത് ഞാനൊരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ തയ്യാറാക്കിയെടുത്ത ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്കിഷ്ടം. വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വാടി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മുടെ സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടെടുത്ത് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, വീട്ടിൽ തയ്യാറാക്കിയെടുത്ത ഗരം മസാല. അപ്പോൾ നമ്മൾ മസാല ബോയിൽ ചെയ്ത് വെച്ചിരുന്ന എഗ്ഗ് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. റോസ്റ്റ് ആവുന്നത് വരെ മിക്സ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ നമുക്ക് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മൈദ നമുക്ക് ഇതിന്റെ മുകളിലോട്ട് ഒഴിച്ച് നമുക്ക് കവർ ചെയ്തെടുക്കാം. അപ്പൊ ഇതിലേക്ക് ഈ കാണുന്നത് പോലെ ഇത് മൈദ എന്ത് ചെയ്യും, ചൂടാക്കാൻ വെച്ചു. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു. നിങ്ങൾക്ക് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കാവുന്നതാണ്. അപ്പൊ അത് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തിരിച്ച് ഇതൊന്ന് ആക്കി കൊടുക്കും. അപ്പൊ കരിഞ്ഞു പോകാതെ നോക്കണം. അപ്പൊ നമ്മുടെ മുട്ട റോസ്റ്റ് ചെയ്ത് നമ്മൾ ഫില്ല് ചെയ്ത നമ്മുടെ പഴം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ്. അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത എൻ്റെതായ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു സ്വീറ്റ്നെസ്സും കുറച്ച് സ്പൈസിയും പിന്നെ നമുക്ക് കുറച്ച് ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ്. അപ്പോൾ നമ്മൾ പല രീതിയിലുള്ള പഴം നിറച്ചത് കണ്ടിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞൊരു വ്യത്യസ്തമായ ഒരു പഴം നിറച്ചൊരു സ്നാക്സ് ആണ്. നിങ്ങളും ഇത് സ്നാക്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഗസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ ലഭിക്കാനായിട്ട് ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ